പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ഈ നാടിൻ്റെ വരുംകാല ഭാവി ഭാസുരമാക്കുന്നതിനായി ഒരു പുതിയ തലമുറയെ തന്നെ സൃഷ്ടിച്ചെടുക്കുവാൻ സ്വയം തയ്യാറായി സ്വന്തം ജീവനും മനസ്സും ഈ നാടിനു വേണ്ടി സമർപ്പിച്ച ഒരു ചെറുപ്പക്കാരനെ എന്നേക്കുമായി മുച്ചൂടും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന സൈബർ വെട്ടുകിളി കൂട്ടങ്ങളോടും പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന മരയുളകളോടും ഒന്നേ പറയാനുള്ളൂ. കേവലം 4 or 5 ബലാത്സംഗങ്ങളുടെയോ 8 or 10 ഭ്രൂണഹത്യയുടെയോ 10 or 15 ലൈംഗികാതിക്രമങ്ങളുടെയോ പേരിൽ നാളെ ഈ നാടിന് നെടുനായകത്വം വഹിക്കേണ്ട ഒരു ചെറുപ്പക്കാരനെ, സുന്ദരനും സുശീലനും കോമളനുമായ ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാനാണ് ഭാവമെങ്കിൽ പ്രബുദ്ധ കേരളമേ ലജ്ജിക്കുക. ഓർത്തുകൊള്ളുക. മലവാഴ ബിഗ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വിത്ത് മിസ്റ്റർ മാണ്ടി. നമസ്കാരം. നമസ്കാരം. വെള്ളം. വണ്ടർഫുൾ. ഐ അപ്രീഷിയേറ്റ് യു. എങ്ങനെ സാധിക്കുന്നു? വിചാരിക്കുന്നില്ല, ഇത് അത്ര റിസ്ക് ഉള്ള പരിപാടിയൊന്നുമല്ല. വിചാരിച്ചാൽ നിങ്ങൾക്ക് സാധിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ എത്ര സ്ത്രീകൾ താങ്കൾ കൈകാര്യം ചെയ്ത പട്ടികയിലുണ്ടാവും? നോ. അത് പറയേണ്ട ഞാനല്ലല്ലോ പി. അത് അവളുമാർ പുറത്തു വിടട്ടെ. അതല്ല അതിൻ്റെ ഒരു ഇത്. അത് ശരിയാ, അത് അവർ തന്നെ പറയണം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മതി. വല്ലപ്പോഴും ആകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു പൊട്ടിത്തെറി, ഒരു ചീറ്റൽ. പിന്നെ മാണ്ടിക്ക് ഇത്രയും വലിയ ആരാധകർ വരുന്നുണ്ടോ? എന്താ അതിൻ്റെ പിന്നിലെ രഹസ്യം? ആരാണ് പി സന്തോഷം ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് എല്ലാം ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഈ സിഗരറ്റ് വെച്ച് പൊള്ളിക്കുക, നഖം കൊണ്ട് മാന്തുക, പിന്നെ ചോര കാണുക, ഇതൊക്കെ എങ്ങനെ? ആരാണ് ഉപ്പി ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തത്? അത് കൊള്ളാം. എങ്കിലും ഈ ലൈംഗികാവയവത്തിൽ, അതായത് ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുക, അതാണ് ഉപ്പി പറയുന്നത് നമ്മൾ വന്ന വഴി മറക്കരുതെന്ന്. ഏത്? ഓ, വന്ന വഴി. കൊള്ളാം. എത്ര പ്രാസത്തിലാണ് വേണ്ടി നിങ്ങൾ ഈ തെറി പറയുന്നത്? കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് ശ്വാസം പിടിച്ച് കഥ പറയുന്ന എനിക്ക് പോലും അത് കേട്ടിട്ട് കൊതിയാ. അതായത് ഉപ്പി നമ്മൾ പുറത്തെ സാഹിത്യമല്ലല്ലോ അകത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഭാഷ ഉണ്ടാവല്ലോ. അത് നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഓ, അമ്മ പൂ മോനെ താച്ചമ്മൈ. അതുപോട്ടെ, നമ്മുടെ ഈ ഇന്റർവ്യൂ പുറത്തിറങ്ങിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മാണ്ടിക്കറിയാം? ജനം ഗോൾമേര് കൊള്ളും. അല്ല, സാധാരണ ജനം ഇത് കണ്ട എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? പറയൂ മാണ്ടി.